ഗുഡ് ഈവനിങ്. അപ്പോൾ അതേ നമ്മൾ ഇന്നത്തെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്നത് തന്നെ നമ്മൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മ സാധനങ്ങളൊക്കെ പൊരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഒന്ന് രണ്ട് ബോട്ടിലും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മളുടെ ഉണക്കച്ചെമ്മീൻ മസാല ഫ്രൈയും ഉണക്ക കൊഴുവ മസാല ഫ്രൈയും പിന്നെ നമ്മളുടെ ചമ്മന്തിപ്പൊടി തീർന്നു പോയിട്ടുണ്ടായിരുന്നു, അതും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് ഭയങ്കര പൊടിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് നമ്മളുടെ ബോട്ടിലൊക്കെ വൈറ്റ് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം തുടച്ച് വെച്ചിട്ടുണ്ട്. അമ്മ അവിടെ പൊരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഉഴുന്നുവട എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കുറേശ്ശെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഇത് ചിക്കൻ സമൂസയാണ്. ചിക്കൻ സമൂസയ്ക്ക് നമുക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളിവട, പിന്നെന്താണ് പരിപ്പ് വട, അങ്ങനെ ഓരോന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ കുറേ ആൾക്കാർ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നെ ഫോണൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ, എന്താ തുറക്കായിരുന്നതെന്ന് ചോദിച്ചിട്ട്. പിന്നെ പഴംപൊരി, പിന്നെ മുളക് ബജിക്ക് നിറയെ ആൾക്കാർ വരാറുണ്ട്. അതായത് വാങ്ങിച്ചിട്ട് പോയി കഴിച്ചിട്ടുള്ളവർ പിന്നെയും വന്ന് വാങ്ങാറുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ മുട്ട ബജി. പിന്നെന്താണ്, അപ്പോൾ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പുതിയ ഐറ്റംസ് ഉണ്ടാവും. ഇന്ന് ഞാൻ വടാപ്പാവാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളുടെ ഗ്രീൻ ചട്നി, അതായത് പുതിനയിലയുടെ ചട്നി വെച്ചിട്ട് വടയുണ്ടല്ലോ, കിഴങ്ങ് മസാല ബോണ്ട, അതും വെച്ച്, പിന്നെ അതിനകത്തൊരു റെഡ് ചട്നിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഞാൻ എറണാകുളത്ത് നിന്നും കഴിച്ചപ്പോൾ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെഡ് ചട്നിയൊന്നും ഉണ്ടായിരുന്നു. അവർ ചുമ്മാ സോസൊക്കെ വെച്ച് എനിക്ക് തന്നിട്ടുള്ളത്. എന്തായാലും നമ്മൾ കറക്റ്റ് ഒതൻറ്റിക്കായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. റെഡ് ചട്നിയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല വറുത്തിട്ട് ഉപ്പ് തേച്ചിട്ടുള്ള മുളകില്ലേ, അതും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ക്ലീൻ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഒരു 4 എണ്ണേ ഉണ്ടാക്കിയിട്ടുള്ളൂ. 4 നമുക്ക് സെയിലായിട്ടുണ്ട്. അപ്പോൾ അത് വടാപ്പാവും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാവും. കുഞ്ഞിനെ ഞാൻ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ടോ. ഇനി അമ്മയും അവനും കൂടെ അങ്ങ് വീട്ടിൽ പോകും. കാര്യം അവന് ഈ റോഡ് സൈഡിൽ ഇരുന്നിട്ട് ഈ പൊടിയെല്ലാം കൂടെ കയറിയിട്ടേ ശ്വാസം മുട്ടൽ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കട തുറക്കായിരുന്നു. അവനിപ്പോൾ നാളെ തൊട്ട് എക്സാമുമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അവനെ ശ്രദ്ധിക്കാതിരുന്നൊരു പരീക്ഷയാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര സങ്കടം. കാര്യം അവനെനിക്ക് നല്ലപോലെ പഠിപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലെ റെഡിയാക്കുവാണ്. അപ്പോൾ ഞാൻ ഈ കടയൊക്കെ അടച്ചിട്ട് എന്നിട്ട് വേണം അവനെ കൊണ്ട് അതൊന്ന് ഫില്ല് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. കുറച്ചൊക്കെ അവനറിയാമെന്ന് തോന്നുന്നു. എങ്കിലും ഈ പറഞ്ഞ പോലെ എല്ലാ പരീക്ഷകളും പോലെ ഞാൻ ഒരുപാട് അവനെ ഇട്ട് പ്രിപ്പയർ ചെയ്യിച്ചിട്ട് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ കട അടച്ചിട്ട് ചെന്ന് 9 മണിക്ക് വേണം ഇനി അവനെ ഞാൻ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ചെന്നൊന്ന് കിടന്നുറങ്ങിയിട്ടൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.